വ്യക്തികൾ സ്വയം തൻ്റെ ഉള്ളിലുള്ള നന്മയെയും തിന്മയെയും ആത്മവിശകലനം ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമ്മൾ ആരാണ്? ഇങ്ങനെ ആയിത്തീർന്നത് എങ്ങനെയാണ്? നമ്മുടെ സ്വഭാവത്തിലെ നന്മയും തിന്മയും എന്തൊക്കെയാണ്? അവ നമ്മളിൽ എങ്ങനെ എത്തിച്ചേർന്നു എന്നൊക്കെ സ്വയം ചിന്തിച്ച് വിശകലനം ചെയ്ത് കണ്ടുപിടിക്കണം. അതിനുശേഷം വേണം തിന്മയെന്ന് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. തിന്മയെ കളയുവാൻ നന്മയുടെ വിത്തുകൾ കൂടുതൽ കൂടുതൽ മനസ്സിൽ നിറയ്ക്കുക. അങ്ങനെ സ്വന്തം ദൗർബല്യങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ മാറ്റാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് നമ്മളും നമ്മളിലെ നന്മയും കൂടുതൽ കരുത്തു നേടും. അതിനാൽ നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ നമ്മുടെ ചാബല്യങ്ങളെ അനുവദിക്കരുത്. അങ്ങനെ ചെയ്താൽ നമ്മൾ സ്വയം ഒരു പരാജയമായി മാറും. സ്വയം തോൽക്കാൻ നമ്മൾ സ്വയം ഒരു കാരണമാവരുത്. മറ്റാർക്കും നമ്മളെ സഹായിക്കാൻ കഴിയില്ലെന്നും നമ്മളെ നമ്മൾ തന്നെ സ്വയം വിശകലനത്തിലൂടെ സഹായിച്ചാൽ മാത്രമേ നമ്മൾക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്നും മനസ്സിലാക്കുക. സ്വന്തം വിവേചനശേഷി പ്രവർത്തിപ്പിക്കാതെ ഈ ജീവിതത്തെ നേരിടാൻ ഇറങ്ങുന്നവർ കണ്ണുകെട്ടി യുദ്ധത്തിന് പോകുന്നവർക്ക് സമാനരാണ്.